KSRTC കണ്ടക്ടർ യുവനടിയെ അധിക്ഷേപിച്ചതായും നിർത്താൻ ആവശ്യപ്പെട്ടതിന് 2 കിലോമീറ്റർ മുൻപ് രാത്രിയിൽ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടതായും പരാതി. പത്തനംതിട്ട റാന്നി സ്വദേശിനിയും യുവനടിയുമായ ദിവ്യ മാത്യുവാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയത്. ഇക്കഴിഞ്ഞ 26-ാം തീയതി രാത്രി 9:30 നിർത്താൻ ആവശ്യപ്പെട്ട സ്റ്റോപ്പിന് 2 കിലോമീറ്റർ മുൻപ് ഇറക്കിവിട്ടു എന്നാണ് ദിവ്യ പറയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ KSRTCയുടെ MD-ക്കും ഗതാഗത മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ 26-ാം തീയതി കൽപ്പറ്റ ബസ്, ട്രിവാൻഡ്രത്തുനിന്ന് 5:45 പുറപ്പെടുന്ന കൽപ്പറ്റ ബസ്സിൽ ഞാൻ റാന്നിയിലേക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറി. അപ്പം ഞാൻ സ്ഥിരം, എനിക്ക് തോന്നുന്നു എനിക്ക് കൽപ്പറ്റ ബസ്സിൽ ഞാൻ 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ബസ്സിൽ വരുന്നത്. അത് ഓൾറെഡി റിസർവ് ഉള്ളൊരു ബസ്സാണ്. അപ്പം ഞാൻ അതിന് വന്ന് 5:45 ബസ്സിന് കയറി. അപ്പോൾ ഒരു 6:10 ആയെന്ന് തോന്നുന്നു കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ചെല്ലക്കാടാണ് ഇറങ്ങേണ്ടത്, അപ്പോൾ അവിടെ സ്റ്റോപ്പ് കാണത്തില്ല. പത്തനംതിട്ട റാന്നി കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് തന്നെ പറയാം സാറ്, എനിക്ക് ചെല്ലക്കാടാണ് ഇറങ്ങേണ്ടത്, അപ്പോൾ എനിക്കൊരു മന്ദവരുത്തിയോ പ്ലാച്ചേരിയോ ടിക്കറ്റ് തന്നാൽ എന്നെ ചെല്ലക്കാട് ഇറക്കിയാൽ മതി. ഇല്ല, ഇത് ഇറക്കാൻ പറ്റത്തില്ല, സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും ലേറ്റ് ആയിട്ടുള്ളൊരു സമയം അവിടെ എത്തുമ്പോഴത്തേനും 9:30 ആകും. അപ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ ബസ്സിൽ കയറുന്നത്, അപ്പം ചിലക്കാണ്ട് ഇയാൾ പൊയ്ക്കേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു ചിലക്കണം, ഞാൻ നികുതി കൊടുത്ത് ഞാൻ ഗവൺമെന്റിന്റെ ബസ്സിലാണ് ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ല സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ ഞാനും സംസാരിച്ചു, അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി ഇയാൾ ചിലക്കാണ്ട് പോട്, എന്നാ ഇയാൾ ചിലച്ചോണ്ടങ്ങ് ഇരിക്കും, എനിക്കറിയാവുന്നുള്ള രീതിയിൽ പിന്നെ നമ്മളെ കളിയാക്കിയിട്ട് പുള്ളിയെ ഓരോരുത്തർക്കും ടിക്കറ്റ് കൊടുക്കുമ്പം ആ സ്ഥിരം അങ്ങ് യാത്ര ചെയ്യുന്ന ആളാ എന്നൊക്കെ പറഞ്ഞ് ആക്കിയൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരം. അതും കഴിഞ്ഞപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ ഇരുന്നു. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ KSRTC വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ ഉടനെ ആളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചിലക്കാട് ഇറക്കത്തില്ല എന്നാ പറയുന്നത്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, 8 മണി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇറക്കി കൊടുക്കണമെന്ന്, സന്ധ്യ കഴിഞ്ഞാൽ സാധാരണ ഇറക്കും, പിന്നെ ടിക്കറ്റ് കളയണ്ട, അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഇറങ്ങുമ്പോൾ പറയണം ഞാൻ MD-ക്കും മന്ത്രിക്കും കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ റാന്നിയിൽ തന്നെ, എന്നെ ചിലക്കാട് ഇറക്കാമെന്ന് ചോദിച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റാന്നിയിലാണ് ഇറങ്ങിയത്. ആവശ്യപ്പെട്ട സ്ഥലത്ത് ഇറക്കിയില്ല, റാന്നിയിൽ ഇറങ്ങിയിട്ട് പിന്നീട് അവിടെ ഓട്ടോ വിളിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എനിക്ക് ചെല്ലക്കാടാണ് എന്റെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് എളുപ്പമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ 9:30 സമയത്ത്, അതായത് റാന്നിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടയോ ആളോ ഒന്നും കാണത്തില്ല അവിടെ. അപ്പൊ പോകാൻ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ ഇറക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ രാത്രി എന്നെ ഇറക്കി വിട്ടതും വളരെ സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ആവശ്യപ്പെട്ട സ്ഥലത്ത് ഇറക്കിയില്ല എന്നുള്ളതൊന്ന്, അതോടൊപ്പം തന്നെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതെ. ഞാൻ MD-ക്കും കംപ്ലൈന്റ് ചെയ്തു, ഞാൻ മന്ത്രി സാറിനും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈന്റ് അംഗീകരിച്ചു എന്നുള്ള ഇതും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ലേഡി എന്നുള്ള പരിഗണനയും വേണ്ട, ഒന്നുമല്ല, ഒരു മാനുഷിക പരിഗണന തന്നിട്ട് ആ ഒരു സമയത്ത് ഇറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ KSRTC എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾക്ക് എന്ത് സംരക്ഷണം, എന്ത് ഉറപ്പാണുള്ളത്? രാത്രി സമയത്ത് സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തിക്കൊടുക്കണം എന്നുള്ളതാണ് ചട്ടം. ഇത് KSRTC ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും ഒരേപോലെ തന്നെ ബാധകമാണ്. ഇവിടെ അത് ചെയ്തില്ല എന്നുള്ളതാണ് ആക്ഷേപം. ബസ് ആവശ്യപ്പെട്ട സ്ഥലത്ത് രാത്രി 9:30 ആയിട്ട് ആണ് സമയം, എന്നിട്ട് പോലും ആവശ്യപ്പെട്ട സ്ഥലത്ത് നിർത്തിക്കൊടുക്കുകയും ചെയ്തില്ല. അവിടെ നിർത്താൻ പറ്റില്ല എന്ന കണ്ടക്ടർ വാശി പിടിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അധിക്ഷേപിച്ചുകൊണ്ട്, മറ്റ് യാത്രക്കാരുടെ മുൻപിൽ വെച്ച് തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ കണ്ടക്ടർ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദിവ്യയുടെ പരാതി. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ KSRTCയുടെ CMD-ക്കും മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുമായി മുൻപോട്ട് പോകും. ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ദിവ്യയുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.